കർണാടകത്തിലെ ചിക്കമംഗളൂരുവിൽ കാണാതായ 15-കാരി ശ്രീനന്ദയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അടിവാരത്തിൽ നിന്നും മുകളിലേക്കാണ് തിരച്ചിൽ നടത്തുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട്. അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി അഞ്ജു ആണ് ചേരുന്നത്. അഞ്ജു, ശ്രീനന്ദയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? അരുണിമ, ശ്രീനന്ദയ്ക്കായിട്ടുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. ചൊവ്വാഴ്ച നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏപ്രിൽ 7 ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. ഈ 60 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ 60 മണിക്കൂർ പിന്നിടുമ്പോഴും ശ്രീനന്ദയെ കണ്ടെത്താനായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഒരു വിഷമകരമായ ഒരു കാര്യം. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയായിട്ടുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ശ്രീനന്ദയെ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കാണാതാകുന്നത്. കുടുംബത്തോടൊപ്പം യാത്രയ്ക്ക് പോയ ശ്രീനന്ദയെ കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ കുടുംബത്തോടൊപ്പം യാത്രയ്ക്ക് പോയ ശ്രീനന്ദയെ അവിടെ വെച്ച് കാണാതാവുകയായിരുന്നു. തുടർന്ന് ഈ യാത്രാ സംഘം തന്നെ അവിടെ തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. എന്നാൽ കണ്ടെത്താനായില്ല. തുടർന്ന് രാത്രിയോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് വനംവകുപ്പും എത്തി പ്രദേശത്തൊക്കെ തന്നെ തിരച്ചിലൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ശ്രീനന്ദയെ കണ്ടെത്താനായിട്ടില്ല. ഇതിപ്പോൾ 4ാം ദിവസമാണ്. ഈ 4ാം ദിവസവും ശ്രീനന്ദയ്ക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. എന്താണ് ശ്രീനന്ദയ്ക്ക് പറ്റിയെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കുടുംബം ശ്രീനന്ദയെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാകാമെന്ന് സംശയിക്കുന്നുണ്ടെന്നും ആ ഒരു രീതിയിൽ പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടു പോയതാണോ അത്തരം ഒരു കാര്യത്തിലും അന്വേഷണം നടത്തുകയാണ് പോലീസ്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും കർണാടകയിൽ എത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ അവരും ഭാഗമാകുന്നുണ്ട്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഏപ്രിൽ 7-ാം തീയതി ഏകദേശം ഒരു വൈകിട്ട് 5:20 ഈ ശ്രീനന്ദയെ കാണാതാകുന്നത്. അതിന് തൊട്ട് മുന്നേ വരെ കുട്ടി കുടുംബത്തോടൊപ്പം സെൽഫി എടുക്കുകയും വളരെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ സെൽഫി എടുക്കുകയും സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം യാത്ര പോയ ശ്രീനന്ദയാണ് അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷം കാണാതാകുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ കുടുംബവും അതായത് 40 പേരടങ്ങുന്ന യാത്രാ സംഘത്തോടൊപ്പമാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ശ്രീനന്ദ യാത്ര പോയത്. അപ്പോൾ ഈ യാത്രാ സംഘവും കുടുംബവും ഒക്കെ ചേർന്ന് സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പരിശോധനയിലൊന്നും തന്നെ ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ അടിവാരത്തിന് ഇന്നലെയൊക്കെ അന്വേഷണം നടന്നത് അടിവാരത്തിന് മുകളിൽ നിന്ന് താഴേക്കാണ് അന്വേഷണമൊക്കെ നടന്നിരുന്നത്. കയറൊക്കെ കെട്ടിയിറങ്ങി താഴേക്കായിരുന്നു പരിശോധന നടന്നിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പരിശോധന നടക്കുന്നത് അടിവാരത്തിന് താഴെ നിന്നും മുകളിലേക്കാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. മാത്രമല്ല ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഈ കുട്ടിയെ കാണാതായത്. ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയെ ഉടൻ എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് സ്ഥലത്ത് ഊർജിതമായി തന്നെ പരിശോധനകളൊക്കെ നടത്തി വരികയാണ്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും ഈ അന്വേഷണ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാകാം എന്നാണ് കുട്ടിയുടെ അമ്മയായിട്ടുള്ള രോഹിണിയൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 100-അംഗ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഇത്തരത്തിൽ നിലവിൽ തെരച്ചിൽ നടത്തി വരുന്നത്. തെർമൽ ഡ്രോണുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ ഒരു 4 ദിവസമായി ഈ ശ്രീനന്ദയെ കാണാതായിട്ട് ശ്രീനന്ദയെ പറ്റി ഒരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണം. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് 5:20 കുട്ടി കുടുംബത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും അതിനുശേഷം കുട്ടി മുകളിലേക്ക് കുടുംബത്തിൽ നിന്നും അതായത് 2 വഴിയുണ്ടായിരുന്നു. അതിൽ നേരായ വഴിക്ക് പോകുമ്പോൾ എത്തുന്നത് ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്കായിരുന്നു. എന്നാൽ കുട്ടി പോയത് ഇടത്തോട്ട് തിരിഞ്ഞാണ് കുട്ടി പോയത്. ശേഷം കുട്ടിയെ കാണാതാവുകയായിരുന്നു. എന്നാൽ വണ്ടിയിൽ കുട്ടി ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ വണ്ടിയിൽ കുട്ടിയെ കാണാത്തതിനെ തുടർന്നാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന യാത്രാ സംഘവും
സംഘവും അവിടേക്ക് തിരച്ചിൽ നടത്തുകയാണ്. ശേഷം രാത്രിയോടെ തന്നെ ഈ പോലീസിനെ വിവരം അറിയിച്ച് പോലീസും മറ്റു വനംവകുപ്പും ചേർന്ന് പ്രദേശത്തൊക്കെ തന്നെ തിരച്ചിലൊക്കെ തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും ശ്രീനന്ദയെ പറ്റിയിട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നതാണ് ഏറ്റവും വിഷമകരമായൊരു കാര്യം. ഇപ്പോൾ അടിവാരത്തിന് താഴെ നിന്ന്, അതായത് താഴെ നിന്ന് മുകളിലേക്കാണ് അന്വേഷണമൊക്കെ നടക്കുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തും വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ചൊവ്വാഴ്ച കാണാതായ ശ്രീനന്ദയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. നാലാം ദിവസവും ഈ ഒരു തിരച്ചിൽ നടക്കുകയാണ്. അതേസമയം ഈ അന്വേഷണം അത്ര ഊർജിതമല്ല, അന്വേഷണം കാര്യമായ രീതിയിൽ നടക്കുന്നില്ലെന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. കുടുംബം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നുള്ള രീതിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംശയിക്കുന്നുണ്ട്. അതിന് പശ്ചാത്തലത്തിൽ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട് പോലീസിൽ. അതുമാത്രമല്ല, ഈ അന്വേഷണം കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് കർണാടകയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ശ്രീനന്ദയെ കണ്ടെത്താനാകും, അല്ലെങ്കിൽ ശ്രീനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. കർണാടകത്തിലെ ചിക്കമംഗ്ലൂരിൽ കാണാതായ ശ്രീനന്ദയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെയും ശ്രീനന്ദയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അടിവാരത്തിൽ നിന്ന് മുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ചൊവ്വാഴ്ചയാണ് ഈ ഒരു പെൺകുട്ടിയെ കാണാതാകുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചൊക്കെ പരിശോധന ഊർജിതമായി തന്നെ നടക്കുകയാണ്. പക്ഷേ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ. ഇപ്പോഴും ചിക്കമംഗ്ലൂരിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് മാതാപിതാക്കളും. എന്തായാലും കാണാതായ ശ്രീനന്ദയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്.